ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പം ഇന്ന് നമ്മളെ തേടി ഒരു അതിഥി എത്തിയിട്ടുണ്ട്. സണ്ണിയേട്ടൻ തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ വന്നേ. അപ്പോൾ എന്താ വന്ന കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ 2 വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വന്നാണ്. അപ്പോൾ ഒന്ന് ശീബോധി വെക്കുന്ന വീഡിയോ, മറ്റേത് കർക്കിടക കഞ്ഞീൻ്റെ വീഡിയോ. അപ്പോൾ ശീബോധി വെക്കുന്ന വീഡിയോയിൽ ദശപുഷ്പങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ ദശപുഷ്പങ്ങളിൽ 2-3 പുഷ്പങ്ങൾ കിട്ടാത്തുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ 3 പുഷ്പങ്ങളെ തേടി ഞങ്ങളെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു ഞങ്ങളടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ആ ദശപുഷ്പങ്ങളിലുള്ള 3 ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിതാ കൃഷ്ണക്രാന്തി, പിന്നെ നിലപ്പന, തിരുതാളി. അപ്പോൾ ഈ 3 പുഷ്പങ്ങളും ഞാനിതാ സണ്ണിയേട്ടന് കൊടുക്കുന്നു. താങ്ക് യു. ഓക്കെ. സണ്ണിയേട്ടനതാ ഈ ദശപുഷ്പങ്ങൾ മാത്രം കൊടുത്ത് ഞങ്ങൾ പറഞ്ഞയക്കില്ല. ചെറിയ രീതിയിലുള്ളൊരു സദ്യയൊക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആ സദ്യക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മളെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറും അവിയലും ഓലനും മറ്റു കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പായസമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ആ പായസത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇതാ അടയാണ് എടുത്തത്. ഇത് 600 ഗ്രാം അട ഉണ്ട്. അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തേക്ക് ഈ 600 ഗ്രാം അട ഇട്ട് വയ്ക്കുക. അപ്പോൾ ഇത് 1 മണിക്കൂർ നേരം ഇവിടെ മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിക്ക് വേണ്ട പാല് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇത് 3.5 ലിറ്റർ പാലാണ്. നമുക്ക് ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ പാല് നല്ലോണം തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്ക് ഇതിക്ക് നമ്മളെ അട ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മളെ അട ഏകദേശം 1 മണിക്കൂർ വരെ നമ്മളെ തിളച്ച വെള്ളത്തിലൊക്കെ കടന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാൻ നല്ലപോലെ പച്ചവെള്ളത്തിലും കഴുകി വെച്ച അടയാണ്. അപ്പോൾ അതാ നമ്മളെ പാലും നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി ഈ തിളച്ച പാലിക്ക് നമുക്കിത് ഇട്ടുകൊടുത്ത് അങ്ങനെ വേവിക്കാം. ഇനി ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി വേവിക്കണം. ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഈ പാലൊക്കെ ഇങ്ങനെ വറ്റി ഏകദേശം ഇങ്ങനെ ഒരു ഇളം പിങ്ക് കളറാവണം. അതുവരെ ഇങ്ങനെ വേവിക്കും നമ്മൾ. നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇതിന് ലാസ്റ്റ് നമുക്ക് വേറൊരു സംഭവം ചെയ്യാണ്ട്. അപ്പോൾ അതിലും മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെന്ന് പറഞ്ഞേട്ടോ. അപ്പോൾ 2 കൂടി ആകുമ്പോൾ മധുരം പാകാവും. ഇനി നമുക്ക് ഇതിൽ ലേശം ഏലക്കായ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതേ ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ പൊടിച്ചാൽ വേഗം പൊടിഞ്ഞിട്ട് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ അത് മുഴുവനും ഇതിൽ ചേർക്കുക. നമുക്കിതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സ്പൂണിന് ഞാനൊരു 13 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു സംഭവം കൂടി ചെയ്യാണ്ടെന്ന്, അതും കൂടി ഇതിൽ ചേർക്കുമ്പോൾ മധുരം പാകമായിക്കോളും. അപ്പോൾ അതാ നമ്മളെ പാലട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ പാലും അടയും കണ്ടില്ലേ ഒരേപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്തുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങി വയ്ക്കാം. ഇത് വാങ്ങി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി നോക്കാൻ. ഇനി ഞാൻ ഇതിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് കൊരട്ടോ. ഇനി ചട്ടിക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങിക്കുക. ഇനി നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുന്തിരിയും കൂടി നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ നെയ്യ് കളയണ്ട. ഇത് നമുക്ക് ആ പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഈ ചട്ടി എനിക്കൊരു ആവശ്യത്തിന് വേണം. അത് ഞാൻ കാണിച്ചു തരാം എന്തിനാണ്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്നും കൂടി വെച്ച് കൊടുക്കുക. എന്തിനാ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ പായസത്തിന് ഒരു അടിപൊളി കളറും ഒരു അടിപൊളി ടേസ്റ്റും കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ചെയ്യാൻ പോവുകയാണ്. അതാണ് അതാ ഈ പഞ്ചസാര ഇങ്ങനെ ഇതിലിട്ട് കൊടുക്കട്ടോ. ഇപ്പം ഞാനിതിലിട്ടത് ഒരു 100 ഗ്രാം പഞ്ചസാരയാണ്. അപ്പം നമ്മൾ പായസത്തിൽ ഓൾറെഡി കുറച്ച് മധുരം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ 2 കൂടി ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് വരും. ഇനി ഇത് ഒരു സിമ്മിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കൊന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ ഉരുകി ഇങ്ങനെ വരട്ടെ. ഇളക്കാതെ ഇങ്ങനെ കുറേ നേരം വെച്ചാൽ തന്നെ ഇങ്ങനെ ഉരുക്കിക്കോളും. അപ്പോൾ അത് ഉരുകി വരട്ടെ. അപ്പോൾ അതാ നല്ലോണം ഉരുകിയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കാരണം ചൂടോടൊക്കെ ഇതിൽ ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവുകയാണേ. ഇതൊഴിച്ച് ഒന്നിങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് തന്നെ വെക്കണം. അപ്പോൾ ഇതിങ്ങനെ പൊള്ളയൊക്കെ ഉണ്ടായി വരുന്നത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഉരുകി നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും. ഇനി ഇത് അടുപ്പത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം.
നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കിയിട്ട് നമ്മളെ പായസത്തേക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഇളക്കി എല്ലാ ഭാഗത്തേക്ക് സെറ്റാക്കുക. അപ്പോൾ അത് ആ കളർ ഇങ്ങനെ മാറി മാറി വരും. കണ്ടോ? അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല, നല്ലൊരു കളറായി മാറിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ആദ്യം വറുത്തച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി പായസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് സെറ്റാക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ വെറൈറ്റി പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി പായസവും ചെറിയ രീതിയിൽ കുറച്ച് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് സന്നേട്ടന് ഫുഡ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൽ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് മമ്പയറും ഇണ്ണിത്തട്ടയും കൂടി ഉണ്ടാക്കിയൊരു തോരൻ. ഇത് ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നില്ലേ അച്ചാർ, നമ്മളെ ലവലോലിക്ക ആ അച്ചാറാണേ. പിന്നെ ഇത് പുളിഞ്ചി മുളക് വറുത്തത്, ഇത് എരിശ്ശേരി, ഇതന്ന് ലവലോലിക്കൻ്റെ ഉപ്പിലിട്ട ആ പഴം, പിന്നെ അവിയൽ, ഓലൻ, പയറുപ്പേരി, ഇത് ചെറുപയറും പിന്നെ പച്ചക്കായൻ്റെ തോടും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഉപ്പേരി, പപ്പടം, സാമ്പാർ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള വിഭവങ്ങൾ. ഇനി നമുക്ക് ഇത് കഴിക്കാനായിട്ട് സന്നേട്ടനെ വിളിക്കാം. അപ്പോൾ ഇതാ പായസം ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമ്മളെ വെറൈറ്റി പായസം, അടപ്പായസം. അപ്പോൾ സന്നേട്ടാ ഇതൊക്കെയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള സദ്യവട്ടങ്ങൾ. ഇത് സൂപ്പർ സദ്യയാണ്, ചെറിയ സദ്യയല്ല. എന്നാ കഴിച്ചു നോക്കൂ. ഇത് അവിയലല്ലേ? അതെ, വളരെ ടേസ്റ്റി അവിയല്. ശരിക്കും അതിന്റെ ഓതന്റിക് ടേസ്റ്റ് ഉണ്ട്. ഇത് ലോപിക്ക. ഇതൊക്കെ പഴയ കാലത്തുള്ള ഐറ്റം, ഇപ്പോഴത്തെ കാലത്ത് ആരും ഉണ്ടാക്കാറില്ല. അത് ഇതെന്താണ്? ഇത് വാഴക്കൂമ്പല്ലേ? വാഴക്കൂമ്പ് തോരൻ. അതിൽ മമ്പയറും ഇട്ടിട്ടുണ്ട്. വൻപയറും ഇട്ടത്. ഇത് എലിശ്ശേരി ആയിരിക്കണം. അതെ, എലിശ്ശേരി തന്നെയാ. ഇത് പുളിഞ്ചി. ഇത് അച്ചാറ് അല്ലേ? ലോലിക്കൻ്റെ അച്ചാറ്. ഇത് അച്ചാറ്, ഇത് ലോലിക്ക ഉപ്പിലിട്ടത്. ലോലിക്കയുടെ 2 ഡിഷ് ഉണ്ട്. സൂപ്പർ ഐറ്റംസ്, സൂപ്പർ സദ്യ. താങ്ക് യു. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഡിഷ്. പായസമൊക്കെ ഉഗ്രനായിട്ട്. എല്ലാം അതിന്റെ മാക്സിമം, ഇതിനേക്കാൾ കൂടുതൽ നന്നാവുന്നില്ല. അപ്പൊ ചെറിയ സമ്മാനം മനസ്സിലായി. ഇതല്ലേ ഇതിന്റെ പൊടിയാണ്. ഞാൻ ഇന്ന് വരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഈ ലോകത്തുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത്. ഓഫ്കോഴ്സ് ഞാനിത് ഉപയോഗിച്ച് നോക്കും. വീഡിയോയില് കണ്ട രീതിക്ക് അതുപോലെ തന്നെ ഇതിന്റെ പിടി ഉണ്ടാക്കി നോക്കും. അപ്പൊ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ 2 പാർട്ടായിട്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത്. ഇതിന്റെ മരത്തിനെ കുറിച്ച് പറയുന്ന അതും പിന്നെ പിടി ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ആയിരുന്നിട്ട്. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ ചാനലിൽ കയറിയിട്ട് കാണാം. അപ്പൊ നമ്മള് ഉണ്ടാക്കിയ പായസമൊക്കെ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ആണെന്നാണ് സങ്കേതം പറഞ്ഞത്. അപ്പൊ അതേ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മളെ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുക. ഇനിയിപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.